നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വർഷം പറയുകയാണെങ്കിൽ ഒരു 17 വർഷത്തിന് മുമ്പെന്ന് പറയാം. സൺ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ കൊച്ചിയിലെ പ്രശസ്തമായ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. കുറേ ദിവസമായിട്ട് ജേസി സാർ ചെയ്യുന്ന ഒരു സീരിയലിൻ്റെ തിരക്കഥ എഴുതുകയാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ സാറ് വരും. വൈകുന്നേരം ഞങ്ങളൊരു 5:30-6 മണിയാകുമ്പോൾ എഴുത്ത് നിർത്തും. അത് കഴിഞ്ഞാൽ സാറിൻ്റെ കുറേ സുഹൃത്തുക്കൾ വരും. മണിമുഴക്കമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത കാർട്ടൂണിസ്റ്റ് തോമസ്, ഫാസ്റ്റ് ആൻഡ് ഫാസ്റ്റ് എന്നോ എന്തോ പറഞ്ഞൊരു പാഴ്സൽ ഏജൻസി നടത്തിയിരുന്ന നാസർ, ലക്ഷ്മണരേഖ അടക്കമുള്ള സിനിമകൾ നിർമ്മിക്കുകയും ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള PV കുര്യാക്കോസ്, നെറോലാക്ക് പെയിൻറ്റിൻ്റെ എറണാകുളത്തെ മാനേജറായിരുന്ന നന്ദേട്ടൻ, ഇങ്ങനെ ഒരുപാട് പേര് വരും. പിന്നെ നല്ല രസകരമായ ഒരുപാട് കഥകൾ കേൾക്കാം. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കഥകൾ. അങ്ങനെ സീരിയൽ എഴുതാനായിട്ട് സൺ ഇൻ്റർനാഷണൽ താമസിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ മലയാളത്തിൽ നെടുമുടി വേണു എപ്പോഴും പറയുന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, മേടിച്ചേട്ടൻ പറയുന്നത്, സത്യന് സിംഹാസനം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് ഒരു ബെഞ്ച് പോലും എടുത്തിട്ട് കൊടുക്കാൻ മലയാളിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ നടനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയാറുണ്ട്. ശരിയാണ്, നമ്മൾ പലരെയും വാനോളം പോഴ്ത്തി സംസാരിക്കും. ഇപ്പോൾ തന്നെ തിലകൻ, നമ്മൾ തിലകൻ ചേട്ടനെക്കുറിച്ച് അപാരമായ റേഞ്ചുള്ള നടനാണ്. പക്ഷേ തിലകൻ ചേട്ടൻ്റെ അഭിനയ എന്താ പറയുക മികവിനെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ, PG ആൻ്റണിയുടെ അഭിനയത്തെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ, കൊട്ടാരക്കര ശ്രീധരൻ നായരെക്കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ, ശങ്കരാടിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ശങ്കരാടി ചേട്ടനെ പോലൊരു നടൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും കിട്ടുമോ? ആളിൽ കുറി, കഷണ്ടി തലയും ആ നിസ്സംഗ ഭാവമൊക്കെ കാണിക്കുന്നവണ്ണം കാണാം മുഖത്ത്. അതുപോലൊരു നടൻ ഇന്ത്യൻ സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും എന്താ പറയുക കലർപ്പില്ലാത്ത അഭിനേതാവായിരുന്നു ശങ്കരാടി ചേട്ടൻ. ശങ്കരാടി ചേട്ടൻ മലയാളത്തിൽ ചെയ്ത ഒരു വേഷവും ഇപ്പോൾ എന്താ പറയുക സിദ്ദിഖ് ലാലിൻ്റെ റാംജി റാവു സ്പീക്കിങ്ങിലെ ഓഫീസ് മാനേജർ, നിങ്ങൾ ഒന്ന് പുറകിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. ആ സായികുമാർ ജോലി അന്വേഷിച്ച് വരുമ്പോൾ രേഖയ്ക്ക് ആ ജോലിയും കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന ശങ്കരാടി ചേട്ടൻ്റെ മാനേജറെ വേറൊരാളിന് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് എത്ര വേഷങ്ങളെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാം. ഒരു അപാര റേഞ്ചുള്ള നടനായിരുന്നു. അഭിനയിക്കുകയാണെന്ന് നമുക്ക് ക്യാമറയിൽ തോന്നില്ല, ബിഹേവ് ചെയ്യുകയാണെന്നേ തോന്നും. ഞാൻ ആദ്യമായി ശങ്കരാടി ചേട്ടനെ കാണുന്നത്, പരിചയപ്പെടുന്നത് ജേസി സാറിൻ്റെ കൂടെ ഈ തിരക്കഥ എഴുതാൻ സൺ ഇൻ്റർനാഷണൽ താമസിക്കുമ്പോഴാണ്. തലയിൽ ഒറ്റ മുടിയില്ലല്ലോ. ആ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ച്, അപ്പോൾ തല ഇങ്ങനെ ഗ്ലെയർ കാണാം നമുക്ക്, മിന്നിത്തിളങ്ങും തല, കതർ മുണ്ടും കതർ ഷർട്ടും, നല്ല വടിവൊത്ത കതർ ഷർട്ടും കതർ മുണ്ടും ഒക്കെ ഉടുത്ത് ചന്ദനക്കുറിയും ഒക്കെ ആയിട്ട് ശങ്കരാടി ചേട്ടൻ കടന്നു വരുന്ന കാണാൻ എന്തൊരു ഐശ്വര്യം എന്നറിയാം. വന്ന മുറിക്കകത്ത് കയറിയ ഉടനെ തന്നെ അവകാശം പോലെയാണ്. ഈ ജേസി സാറിന് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ശങ്കരാടി ചേട്ടൻ, മാള അരവിന്ദൻ, ബഹദൂർക്ക, പിന്നെ ഫിലോമിന ചേച്ചി, സുകുമാരിയമ്മ, അംബിക, നമ്മളെ കല്ലറ സരസ്വമ്മേച്ചിയുടെ മകള് അംബിക, ഇങ്ങനെ കുറേ പേരുണ്ട്. സ്ഥിരമായ ആൾക്കാർ. സാറ് ഒരു പടം എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ഉണ്ടാവും. അപ്പോൾ അവകാശം പോലെ വന്ന് കട്ടിൽ കയറി ആദ്യം ചമ്മരം പണഞ്ഞിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ശ്രീ പത്മനാഭൻ കിടക്കും പോലെ ഒരു കൈ കുത്തി ചരിഞ്ഞ് തലയണയിൽ കൈവച്ചിങ്ങനെ, പില്ലോയിൽ കൈവച്ചിങ്ങനെ ഇരിക്കും. കുറേ കഴിയുമ്പോൾ അങ്ങ് കിടക്കും ശങ്കരാടി ചേട്ടൻ. കാരണം അത്രയും സ്വാതന്ത്ര്യം ജേസി സാറിൻ്റെ പടങ്ങളിൽ, അല്ലെങ്കിൽ ജേസി സാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് അദ്ദേഹത്തിനുണ്ട്. എടോ ജേസി എന്നൊക്കെ വിളിക്കുന്നതാണ് കേൾക്കാൻ. സാർ ആശാനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വന്നിരുന്നു. ഞാൻ ശങ്കരാടി ചേട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ ആരാധനയോടെ നോക്കുകയാണ്. ഒരു ഇതുമില്ല, മുഖം ഭയങ്കര കൃത്രിമ ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചിന്താമഗ്നായി. ഇങ്ങനെ പോയാൽ ഇന്ത്യയുടെ ഭാവി എന്താവും എന്നുള്ള രീതിയിൽ ഇരിക്കുക ശങ്കരാടി ചേട്ടൻ. ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, എന്താ തൻ്റെ പേര് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിനേശ്. അച്ഛൻ്റെ പേരോ? ഞാൻ പറഞ്ഞു പരമേശ്വരൻ പിള്ള. പരമേശ്വരൻ പിള്ള ഇഷ്ടപ്പെട്ടു പുള്ളിക്ക്. എന്താ വീട്ടുപേര്? കരടിയോട് മേലെ പുത്തൻ വീട്, കരടിയോട്.
തിരുവനന്തപുരത്തല്ലേ. ഭാഗ്യത്തിന് തെക്കുറിശ്ശി ചേട്ടൻ ആ കുടുംബമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ല. തെക്കുറിശ്ശി ചേട്ടൻ ഞാൻ പിന്നെ പരിചയപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത്, ആരെങ്കിലും ഏതെങ്കിലും ജില്ലയിലെ ഏതെങ്കിലും ഒരു വീടിനെക്കുറിച്ച് തറവാടിനെക്കുറിച്ച് പറഞ്ഞാൽ അവിടുമായിട്ട് കണക്ട് ചെയ്ത് ശങ്കരാടി ചേട്ടൻ സംസാരിക്കും. അദ്ദേഹത്തിനുള്ള ബന്ധം അത്രയും വലിയ എന്താ പറയുക പരിചിതമായ മുഖങ്ങളുള്ള ആളാണ് ശങ്കരാടി ചേട്ടൻ. എടോ ജേസി ചായ പറയടോ എന്നായി അടുത്ത് സാറ് കണ്ണുകൊണ്ട് എന്നെ ഇങ്ങനെ കാണിക്കും. ഞാൻ ഫോണെടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് 3 ചായക്ക് ഓർഡർ ചെയ്തു, ഷുഗർ സെപ്പറേറ്റ്, കാരണം ജേസി സാറിന് മധുരം വേണ്ട. അപ്പോൾ ശങ്കരാടി ചേട്ടൻ ഗൗരവം വിട്ടിട്ട് ഒരു ചെറിയ ചിരി ചിരിക്കും, ഒരു നാണത്തോടെയുള്ള ഒരു ചിരി പോലെ, ചായ വരുന്നു എന്നറിയുമ്പോൾ. അയ്യോ അതൊക്കെ ശങ്കരാടി ചേട്ടൻ്റെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കപ്പോൾ സത്യേട്ടൻ, നമ്മുടെ സത്യനന്ദിക്കാട്, ശങ്കരാടി ചേട്ടൻ്റെ ഒരു ചക്കര കമ്മി ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ചക്കര കമ്മിയാണെന്നുള്ള ഒരു കഥ അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നു ഇപ്പോഴും. പക്ഷേ ഞാനത് പറയുന്നില്ല, ഇവിടെ പറയാൻ പറ്റിയൊരു കഥയല്ല അത്. അപ്പോഴും ജേസി സാർ ഇങ്ങനെ ഒലാത്തുകയായിരിക്കും. സാറ് നടന്നുകൊണ്ടാണ് ഡയലോഗ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇരുന്ന് എഴുതിയെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പേനയും പിടിച്ചിങ്ങനെ ഇരിക്കും, കാരണം എഴുത്ത് നിന്നു ശങ്കരാടി ചേട്ടൻ വന്നതോടുകൂടി പണി നടക്കില്ല. ശങ്കരാടി ചേട്ടൻ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടും അതിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണമായോ സത്യനുമായോ പ്രേം നസീറുമായോ ഒക്കെ കണക്ട് ചെയ്യും. ആ വർത്തമാനം കേട്ടിരിക്കാൻ ബഹുരസവുമാണ്. ഏത് വിഷയം കിട്ടിയാലും ഇതിലേതെങ്കിലും ഒരു വിഷയത്തിൽ കൂടെ കണക്ട് ചെയ്യും. അപ്പോഴത്തേക്കും ചായ വരും. ഞാൻ 3 കപ്പുകളിലായി ഒഴിച്ച് ആദ്യം ശങ്കരാടി ചേട്ടനും പിന്നെ ജേസി സാറിനും കൊടുക്കും. എൻ്റെ കപ്പിലേക്ക് ഈ ക്യൂബായിട്ടുള്ള പഞ്ചസാരയാണ് ഹോട്ടലിൽ കിട്ടുന്നത്, കട്ടയായിട്ട് ചതുരക്കട്ട. ഞാനതിൽ നിന്ന് 2-3 ക്യൂബ് എടുത്തിട്ട് കരണ്ടി കൊണ്ട് കലക്കുമ്പോൾ ശങ്കരാടി ചേട്ടൻ ആരോടൊന്നില്ലാതെ ഒരു പൊതു കാര്യം പറയുമ്പോൾ ഉപദേശിക്കും, ഈ വെളുത്ത വിഷം അധികം കഴിക്കണ്ട, നല്ല പ്രായത്തിൽ രോഗിയാകും എന്ന്. ദിനേശ നിന്നോടാണ് എന്ന് പറയില്ല. ഗഹനമായ ചിന്തകളോടെ ചായ സിപ്പ് ചെയ്ത് കുടിക്കാൻ ഇത്തിരി സമയമെടുക്കും. എന്തോ ആലോചിച്ചുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കുടിച്ചിരിക്കും. ആധികാരികമായി തന്നെ ചായ കുടിച്ച് ഇരുമ്പോൾ എന്നെ വിളിക്കും, എടോ ദിനേശ 2 പൊതി ദിനേശ് ബീഡി, ഒരു തീപ്പെട്ടി, ഇത്രേ പറയുള്ളൂ. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് കാശെടുത്ത്, ഞാനതൊക്കെ എൻ്റെ ഒരു പുണ്യമായിട്ട് എനിക്ക് കിട്ടിയ അവകാശമായിട്ടാണ് സത്യത്തിൽ ഞാൻ കരുതുന്നത്. ഇതിൻ്റെ താഴെ വന്ന് എഴുതിക്കളയല്ലേ, മരിച്ചു ആളിന് ബീഡിയും തീപ്പെട്ടിയും വാങ്ങിച്ചു കൊടുത്തിട്ട് അല്പനായതുകൊണ്ട് പുറത്ത് പറഞ്ഞത്, അങ്ങനെയല്ല. ഞാൻ ബാഗിൽ നിന്ന് കാശെടുത്ത് താഴെ പോയി മടങ്ങി വരുമ്പോഴേക്കും ശങ്കരാടി ചേട്ടൻ കട്ടിലിൽ കൈകുത്തി കിടക്കുകയായിരിക്കും, ജേസി സാറ് നടപ്പുമായിരിക്കും. ഈ ശങ്കരാടി ചേട്ടന് ബീഡിയും തീപ്പെട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ ലോകത്താദ്യമായിട്ടും അവസാനമായിട്ടും ആണ് ഞാൻ ശങ്കരാടി ചേട്ടൻ്റെ പുകവലി വേറെ ഒരാളിലും കണ്ടിട്ടില്ല. കാരണം ഒരിക്കലും ശങ്കരാടി ചേട്ടൻ്റെ ചുണ്ടിലേക്ക് ബീഡി വരികയില്ല. നമ്മൾ ബീഡി ഇങ്ങനെയാണല്ലോ, അങ്ങനെയല്ല. ശങ്കരാടി ചേട്ടൻ ബീഡി ഇങ്ങനെ കത്തിച്ചിട്ട് ചുണ്ട് അവിടെ ചെല്ലും, ഇനി വരും, എന്നിട്ടാ പുക ഊതി വിടണം. ഒരിക്കലും ബീഡിയെ ചുണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല, ബീഡി ഉള്ളിടത്തേക്ക് ശങ്കരാടി ചേട്ടൻ ചെല്ലും. ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ജേസി സാറ് അക്കാലത്ത് ഭയങ്കര ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു. 555 സിഗരറ്റ് ജേസി സാർ വലിക്കും. പക്ഷേ അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ശങ്കരാടി ചേട്ടൻ വലിക്കില്ല. ശങ്കരാടി ചേട്ടന് ദിനേശ് ബീഡി തന്നെ വേണം. ചില ദിവസങ്ങളിൽ ജേസി സാർ പറയും, ആശാനെ ഒരു ബീഡി ഇങ്ങനെ എന്ന് പറഞ്ഞു. ശങ്കരാടി ചേട്ടൻ്റെ ഇതൊരു ബീഡി വേണം. പഴയ നാടകകാലത്തെ ബീഡി വലിയിലേക്ക് ചർച്ച മാറും. ഉടനെ ജേസി സാർ ബീഡി ചോദിച്ചാൽ അവിടെ നാടക രംഗത്തേക്ക് പോകും. പഴയകാലം ഇങ്ങനെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയത് ഇവരിൽ നിന്നൊക്കെയാണ്. ഒരു നാൾ ബീഡിയും തീപ്പെട്ടിയും ഞാൻ വാങ്ങിച്ചുകൊണ്ടെന്ന് കൊടുക്കുമ്പോൾ ജേസി സാർ പറഞ്ഞു, ആശാനെ ദിനേശിൻ്റെ കാശിൽ എത്ര തവണയായി നിങ്ങൾ ബീഡിയും തീപ്പെട്ടിയും വാങ്ങിക്കുന്നു? ആശാൻ്റെ ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടിൽ അവകാശിയായിട്ട് ഈ ദിനേശിൻ്റെ പേര് വയ്ക്കൂ. വെറുതെ എന്തിനാ സർക്കാരിന് കൊടുക്കണേ? ഈ പറഞ്ഞത് കേട്ടതായിട്ട് പോലും ശങ്കരാടി ചേട്ടൻ ഭാവിക്കില്ല, മൗനമായിരിക്കും. എനിക്ക് ചിരി വരും, പക്ഷേ ശങ്കരാടി ചേട്ടന് ചിരിയും വരിയില്ല, മറുപടിയും പറയില്ല. ശങ്കരാടി ചേട്ടൻ പോയ ശേഷം സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിനേശേ 1 രൂപ കളയാതെ ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പുള്ളിക്ക് തന്നെ പിടിയില്ല.
എന്തായാലും അതിലൊരു പകുതിയിലധികം തുകയും സർക്കാരിന് പോകും ദിനേശ്. ഞാൻ വെറുതെ പറയുക അല്ലാന്ന് ജേസു സാർ പറയുമായിരുന്നു. പക്ഷേ ശങ്കരടി ചേട്ടൻ മറുപടി പറയില്ല. ശങ്കരടി ചേട്ടൻ ആ ചാപ്റ്റർ വിട്ടിട്ട് അടുത്ത ചോദ്യം എന്നാ തുടങ്ങുന്നേ? അപ്പോൾ സാറ് ചോദിക്കും എന്തോന്ന് ഈ എഴുതുന്ന സാധനം? ഇത് സിനിമ അല്ല ആശാനെ, സീരിയലാണ്, വേഷം വാങ്ങിക്കണ്ടേ എന്നാവും ജേസു സാർ. അതിനെന്താ, സിനിമകളേക്കാൾ മെച്ചം ഇപ്പോൾ സീരിയലുകളാണ്. ഞാൻ എത്ര ദിവസം വരേണ്ടി വരും? ഇതിൽ കഥാപാത്രം ഉണ്ടോയെന്ന് പോലും ശങ്കരടി ചേട്ടൻ ആലോചിക്കുന്നില്ല. ഞാൻ എത്ര ദിവസം വരേണ്ടി വരുമെന്ന്. എന്തിന് എന്ന് ജേസു സാർ. താനായതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഒന്നും ജേസു സാർ ചോദിക്കുന്നതിനല്ല മറുപടി പറയണേ. സിനിമയെക്കാളും മെച്ച സീരിയലുകളാണ്, ഞാൻ എത്ര ദിവസം തരേണ്ടി വരുമെന്ന് ചോദിച്ചപ്പം സാറ് ചോദിക്കണം എന്തിനെന്ന്. അപ്പോൾ ശങ്കരടി ചേട്ടൻ ആ എന്തിനെന്നുള്ള മറുപടിയല്ല പറയുന്നത്. താനായതുകൊണ്ടൊരു സമാധാനമുണ്ട്. എറണാകുളം വിട്ട് താൻ പോവില്ലല്ലോ, എനിക്ക് വീട്ടിൽ നിന്ന് വരാം, വീട്ടിലേക്ക് മടങ്ങാം. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചാർട്ടൊക്കെ ചെയ്യാൻ പഠിച്ചോടോ എന്നോടാണ് ആ ചോദ്യം. ആശാനെ, ഞാനാ സീരിയലിലെ കന്യയ്യപ്പൻ. ജേസു സാർ പറയുക, ഓ ആ മനുഷ്യൻ എൻ്റെ ആബ്സെൻറ്റിൽ എന്നെപ്പറ്റി എന്തെല്ലാം പറയുമായിരുന്നു അറിയാം. എന്നെ അത്രയും മകനെ പോലെ സ്നേഹിച്ച ആളായിരുന്നു ജേസു സാർ. ആശാനെ, ഞാനാ സീരിയലിലെ കന്യയ്യപ്പൻ, ദിനേശ് സീരിയൽ രംഗത്തെ ജോഷിയ. ജേസു സാർ പറഞ്ഞ ഒരു കമൻ്റാണ്. പാവം. അപ്പോൾ ശങ്കരടി ചേട്ടൻ ഒന്ന് ഗഹനമായി എന്നെ ഒന്ന് നോക്കും. തന്നോടോ? ഞാൻ ചിരിക്കും. ദിനേശ് സീരിയലിലെ അസോസിയേറ്റ് ഡയറക്ടറാണ്, സീരിയലിൻ്റെ തിരക്കഥാകൃത്താണ്, സീരിയൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാതെയാണോ ആശാൻ ബീഡി വാങ്ങാൻ പറഞ്ഞു വിട്ടത് എന്നായി ജേസു സാറിന്. അപ്പോൾ ആ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവനൊക്കെ എനിക്ക് അനന്തരനാണ് ജേസി. ആ സ്വാതന്ത്ര്യം ഞാൻ എടുക്കും, അത് ഇവർക്കൊക്കെ സന്തോഷവും ഇല്ലടോ ദിനേശാ. ഞാൻ ചിരിക്കും. ഞാൻ ഇറങ്ങുന്നു. ആ സത്യനെ വിളിച്ചിട്ട് 2-3 ദിവസമായി. പുതിയ വിവരമൊന്നും അറിഞ്ഞില്ല. സത്യനെന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാരനെ പറയാം, ജേസു സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സത്യേട്ടനെയാണ് വിളിക്കുന്നത്. വളരെ അനന്തരവനും അമ്മാവനും അനന്തരവനെയും പോലെ ബന്ധമായിരുന്നു അവർ തമ്മിൽ. സത്യന് പുതിയ പടമുണ്ടല്ലോ, ചുമ്മാ ജേസു സാർ അടിച്ചു കൊടുക്കുന്നതാണ്. എന്നെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞു, ഇത്തവണ ആശാനും മാളയും കാണില്ല എന്നും പറഞ്ഞു. ആലോചിച്ച് നോക്കണേ, സത്യം എന്നെ വിളിച്ചിരുന്നു, പുതിയ പടം തുടങ്ങാൻ പോകുന്നു, അതിൽ മാളയും കാണൂല ആശാനും കാണൂല എന്ന് എന്നോട് പറഞ്ഞെന്നാണ് ജേസു സാർ പറയണേ. അപ്പോൾ കറന്ന് ശങ്കരടിച്ചടിച്ചിരിക്കും, നിൻ്റെ വേല നിൻ്റെ കയ്യിൽ വെച്ചരെ എന്നുള്ള രീതിയിൽ പുളിക്കും എന്ന് പറഞ്ഞിട്ട് ശങ്കരടിച്ചേട്ടൻ ഇറങ്ങി നടക്കും. വാടോ, എന്നെ ഇങ്ങനെ ശങ്കരടിച്ചേട്ടൻ്റെ വിളി ഇങ്ങനെയാണല്ലോ, വാടോ. ഞാൻ കൂടെ പോകും. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴേക്ക്, അവിടുന്ന് കാറിനടുത്തേക്ക്. ഒരു പൊടി പോലും പറ്റാത്ത അത്ര ക്ലീനായി തുടച്ചിട്ട കറുത്ത അംബാസഡർ കാർ, ഡ്രൈവറുണ്ട്. ഇങ്ങനെ കറുപ്പിച്ച് പൊടിയില്ലാതെ കാണുന്ന അപൂർവം കാറുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഡോറ് തുറക്കും ശങ്കരടിച്ചേട്ടന് കയറാൻ. അപ്പോൾ എന്നോട് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തും ശങ്കരടിച്ചേട്ടൻ. ഈ മൈതാനം കാണിച്ച് മടുത്തടോ, നല്ലൊരു വിഗ് എനിക്കായി പറയണേ. കഥാപാത്രം ഏതെന്ന് പോലും ചോദിച്ചില്ല, അതിനുമ്പ് പറയാം, ഈ മൈതാനം കാണിച്ച് മടുത്തു, എനിക്കൊരു നല്ല വിഗ് പറയണേ. ആരാ മേക്കപ്പ് മാൻ? അറിയില്ല. സീരിയലല്ലേ, ഇവിടെയുള്ളവർ ആരെങ്കിലും ആയിരിക്കും. സീരിയലിലെ ജോഷി എന്നല്ലേ തൻ്റെ ഗുരുനാഥൻ പറയുന്നത്. അപ്പം മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ താൻ തന്നെയാകും നിശ്ചയിക്കുന്നത്. മനസ്സിലാരെങ്കിലും ഉണ്ടോ? ഞാൻ പറയും, പട്ടണം റഷീദ് ഫ്രീ ആണെങ്കിൽ റഷീദ് ഞാനും അത്രയും ബന്ധമുണ്ടല്ലോ, അവൻ കൊള്ളാം. എന്നാൽ അവനോട് പറഞ്ഞേരെ എനിക്കൊരു നല്ല വിഗ് റെഡിയാക്കാൻ. കാറ് മുമ്പോട്ട് പോകും, കാറങ്ങ് പോവും. തിരികെ ചെല്ലുമ്പോൾ ജേസു സാർ ചിരിച്ചുകൊണ്ട് തിരക്കും, എന്തു പറഞ്ഞു? ഒരു വിഗ് ഏർപ്പാടാക്കാൻ പറഞ്ഞു എന്ന് ഞാൻ. അപ്പോൾ ജേസു സാർ നിഷ്കളങ്കമായി പൊട്ടിച്ചിരിക്കും. അത്രയും ഹൃദയബന്ധമുണ്ട്. അതാണ് പ്രശ്നം. സത്യേട്ടനുമായിട്ടും ചന്ദ്രകുമാറുമായിട്ടും ജേസു സാറുമായിട്ടും സിദ്ദിഖ് ലാലുമായിട്ടും ഒക്കെ ശങ്കരടിച്ചേട്ടന് അത്രയും ഹൃദയബന്ധമുണ്ട്. ജേസു സാറിൻ്റെ സിനിമകൾക്ക് തിരക്കഥ എഴുതാൻ പേപ്പർ വാങ്ങാൻ പോകുമ്പോൾ അതിൽ ഞാനുണ്ട് എന്ന് തീരുമാനിക്കുന്ന ചിലരിൽ ഒരാളാണ് ശങ്കരടിച്ചേട്ടൻ. ജേസു സാറിൻ്റെ ശിഷ്യൻ സത്യനന്ദിക്കാരൻ്റെ സിനിമകളിലും ശങ്കരടി അടക്കം സ്ഥിരം മുഖങ്ങളാണ് ഉള്ളത്. നമുക്കറിയാമല്ലോ, ലളിത ചേച്ചി ഉണ്ടാവും, പിന്നെ മാളയുണ്ടാവും, കരമന ജനാർദ്ദനൻ നായരുണ്ടാവും, കൃഷ്ണൻകുട്ടി നായരുണ്ടാവും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും, KPS ലളിത ചേച്ചി ഉണ്ടാവും.
സ്ഥിരം കുറേ ആളുകളാണല്ലോ സത്യേട്ടൻ്റെ പടങ്ങളിലും ഉള്ളത്. സത്യേട്ടൻ്റേത് ഒരു പ്രേമവിവാഹമായിരുന്നു എന്ന് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. പ്രേമവിവാഹത്തിൽ പോലും ശങ്കരാടിയുടെ രസകരമായ ഇടപെടലുണ്ട്. സത്യേട്ടൻ നിമ്മി ടീച്ചറെ പ്രണയിച്ചു. നിമ്മി ടീച്ചർ ഭേദപ്പെട്ട ഒരു കുടുംബാംഗമാണ്. സത്യേട്ടനെ മാറ്റി നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നിമ്മി ടീച്ചറുടെ ഫാമിലി ഒരു ബാങ്ക് മാനേജറുടെ മകളാണ്. സംവിധാന സഹായിയും സഹസംവിധായകനും സംവിധായകനും ഒക്കെ ആകുമ്പോഴും ഇരുവരുടെയും പ്രണയം കത്തുകളിലൂടെ അനുസ്യൂതം തുടരുകയായിരുന്നു. ഗുരുനാഥൻ ജേസു സാറിൻ്റെ സിന്ദൂരത്തിലെ പാട്ടെഴുതിയ സത്യേട്ടനാണല്ലോ. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം എന്ന് തുടങ്ങുന്ന മനോഹരമായ വിൻസെൻ്റ് പാടുന്ന, ജയഭാരതി നോക്കി പാടുന്ന ആ പാട്ടിൽ പോലും അടുത്ത വരികൾ നിങ്ങൾ കേട്ടു നോക്കൂ. നീലാംബരത്തിലെ നീരത കന്യകൾ നിന്നീല മിഴി കണ്ടു മുഖം കുനിച്ചു. ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലയെ എന്നെ അനുരാഗം തളർത്തുവെങ്കിൽ എന്നാണല്ലോ പ്രണയിനി നിമ്മി ആയതുകൊണ്ടാണ് നിർമ്മലയെ നിന്നെ അനുരാഗം തളർത്തുവെങ്കിൽ എന്ന് എഴുതിയ പ്രണയ നായകനായിരുന്നു സത്യേട്ടൻ. വരുന്ന ഓരോ ഇല്ലൻ്റെ പ്രണയ കടിതത്തിലും നിമ്മി ടീച്ചറെ എഴുതുമായിരുന്നു, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എപ്പോൾ രക്ഷിക്കുമെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം വീട്ടിൽ കല്യാണ അലവലുകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. സത്യേട്ടൻ ചന്ദ്രകുമാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും പാട്ടെടുത്തു മാറ്റും മദ്രാസിലുമാണ്. അപ്പോൾ അയക്കുന്ന കത്തിലെല്ലാം ഈ ചോദ്യമുണ്ടായിരുന്നു. പ്രണയ നായകനാണെങ്കിൽ ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ കയറി ചെന്ന് മകളെ എനിക്ക് കെട്ടിച്ച് തരുമോ എന്ന് ചോദിക്കാനുള്ള സാമ്പത്തിക ത്രാണിയില്ലാത്തവനുമായിരുന്നു അക്കാലത്ത്. ഒരു സ്വതന്ത്ര സിനിമ ചെയ്യാൻ, ചമയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യാൻ എല്ലാം പ്ലാൻ ചെയ്തതാണ്. പക്ഷേ തുടങ്ങും മുമ്പ് തന്നെ അത് പരാജയപ്പെട്ടു പോയി. എന്നാൽ നിമ്മി ചേച്ചിയെ നഷ്ടപ്പെടുത്താനും അദ്ദേഹത്തിനാവില്ല. പ്രണയത്തിലും യുദ്ധത്തിലും നിയതമായ വഴികളെ പാടുള്ളൂ എന്നില്ലല്ലോ. നാഗർകോവിലിൽ ബാങ്ക് മാനേജരാണ് നിയുക്ത അമ്മായിയപ്പൻ. എന്തും വരട്ടെ എന്ന തയ്യാറെടുപ്പോടെ നാഗർകോവിലിൽ മദ്രാശിയിൽ നിന്നും സത്യേട്ടൻ വണ്ടി കയറി ചെന്നു. അന്നൊരു മാർച്ച് 31 1980 മാർച്ച് 31. ബാങ്കുകളിൽ ഇയർ എൻഡാണല്ലോ ഈ മാർച്ച് 31 എന്ന് പറയുന്നത്. ബാങ്കുകളുടെ കണക്ക് പുസ്തകങ്ങൾ അടച്ചു പൂട്ടുന്ന ദിവസം നിമ്മി ചേച്ചിയുമായുള്ള പ്രണയ പുസ്തകം തുറക്കാൻ അമ്മായിയപ്പൻ്റെ ക്യാബിനിൽ സത്യേട്ടൻ കടന്നു ചെന്നു. കാര്യം പറഞ്ഞു. നോ എന്നോ ഗെറ്റ് ഔട്ട് എന്നോ അല്ലെങ്കിൽ യെസ് എന്നോ ഒരു ഉത്തരവും എന്തൊക്കെയോ സത്യേട്ടൻ പ്രതീക്ഷിച്ചു. ഒന്നിൽ ഗെറ്റ് ഔട്ട് അടിക്കും, ഇല്ലെങ്കിൽ നോ അത് നടക്കില്ല എന്ന് പറയും. യെസ് എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ സത്യേട്ടൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചളഞ്ഞു. സത്യേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മായിയപ്പൻ നിമ്മി ചേച്ചിയുടെ അച്ഛൻ ഞെട്ടിച്ചു. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞില്ല എങ്കിലും കൊതിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ലോൺ എടുത്തതിൽ കുടിശ്ശിക അടയ്ക്കാൻ അല്പം സാവകാശം ചോദിക്കുന്നവരോട് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വീട് ജപ്തി ചെയ്യുന്നത് പോലെ മാനേജർ മകൾക്ക് സിംഗപ്പൂരിൽ ജോലിയുള്ള ഒരാളുമായെങ്കിൽ വിവാഹം ഉറപ്പിച്ചു. സത്യേട്ടനോട് നമുക്ക് എന്താ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് സിംഗപ്പൂരിലുള്ള ഒരാളുമായിട്ട് കല്യാണം നിശ്ചയിക്കാൻ തീരുമാനിച്ചു. ജാതകം മാറൽ ഡേറ്റ് നിശ്ചയിച്ചു എന്ന പ്രണയപ്രേയസിയുടെ കത്ത് കിട്ടിയപ്പോൾ സത്യേട്ടൻ ചന്ദ്രകുമാറിൻ്റെ ആയുധം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലായിരുന്നു. സത്യേട്ടൻ തൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കണം, അവർക്ക് വേറൊരാളെ കണ്ടെത്തി കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്, അതിനു മുമ്പേ നിങ്ങൾ നിന്ന് സംസാരിക്കണമെന്ന് സത്യേട്ടൻ അറിയിച്ചു. അപ്പോൾ വേറൊരു ആലോചന നടക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ആലോചന ഫിക്സ് ചെയ്യുമെന്നുള്ളത് മാത്രം സത്യേട്ടൻ ജ്യേഷ്ഠനോട് പറഞ്ഞില്ല. കാരണം അത് രഹസ്യമായിട്ട് നിമ്മി ചേച്ചി അറിയിച്ചതല്ലേ. അപ്പോൾ സത്യേട്ടൻ്റെ ചേട്ടനും ചില ബന്ധുക്കളുമായി പോയി നാട്ടാചാരപ്രകാരം പെണ്ണ് ചോദിച്ചു. ഇവിടെയും ബാങ്ക് മാനേജരായ അമ്മായി അച്ഛൻ ഫ്ലെക്സിബിളായി പെരുമാറി. വരുന്ന 21-ാം തീയതി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് മധുരമായി പറഞ്ഞ് ചെന്നവരെ യാത്രയാക്കി. കാരണം 21-ാം തീയതിയാണ് മോതിരം മാറൽ എന്ന് പറഞ്ഞ ചടങ്ങ് വെച്ചിരിക്കുന്നത്. അങ്ങനെ മോതിരം മാറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് വരുന്ന 21-ാം തീയതി ഒന്ന് കഴിയട്ടെ. അപ്പോൾ എവർ വിചാരിക്കും എന്തോ സമയദോഷമോ എന്തോ മാറാനായിരിക്കും, ഗുളിക മാറി വ്യാഴം വരാനായിരിക്കും എന്നൊക്കെ വിചാരിക്കും. സത്യേട്ടനും പുതിയ തിരക്കഥ എഴുതി. അദ്ദേഹം ആ തിരക്കഥ എഴുതിയിട്ട് അതിൽ പി ചന്ദ്രകുമാർ, ക്യാമറമാൻ ആനന്ദക്കുട്ടൻ, നിർമ്മാതാവ് അഗസ്ത്യൻ പ്രകാശ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി. തൃശ്ശൂരിലെ പ്രശസ്തമായൊരു ഹോട്ടലുണ്ടായിരുന്നു, സൂര്യ ഇൻ്റർനാഷണൽ. ആ ഹോട്ടൽ ലൊക്കേഷനായിട്ട് അങ്ങ് ഫിക്സ് ചെയ്തു. ഒരു ഹ്യൂജ് എമൗണ്ട്, വലിയൊരു തുക
നിമ്മി ചേച്ചിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സൂര്യ ഇൻ്റർനാഷണലിലേക്ക് വിളിച്ചു വരുത്തുക. നിക്ഷേപകനായി ആവശ്യത്തിലധികം തടിയുള്ള നിർമ്മാതാവ് അഗസ്റ്റിൻ പ്രകാശിനെ അയക്കാനും തീരുമാനിച്ചു. ഇതിനിടയിൽ പ്രണയ ബോധവത്കരണം നടത്താൻ വാക്ചാതുര്യമുള്ള ഒരാൾ വേണം. നിമ്മി ചേച്ചിയുടെ അച്ഛൻ വരുമ്പോൾ നിക്ഷേപമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ചെന്ന് മകളുടെ ഒരാളുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രണയത്തെ വാനോളം പുകഴ്ത്തുകയും നമ്മൾ കുട്ടികളുടെ ആഗ്രഹം നശിപ്പിക്കരുത്, അവരുടെ ഇഷ്ടങ്ങളല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞ് നടത്തി കൊടുക്കാൻ പറ്റുന്ന വാക്ചാതുര്യമുള്ള ഒരാൾ വേണം. അതിപ്പോൾ അധികം ചിന്തിക്കേണ്ട. ഈ ഭൂമി മലയാളത്തിൽ കണക്ക് ചെമ്പകരാമൻ മേമന പരമേശ്വരൻ പിള്ള മകൻ, അല്ലെങ്കിൽ ശങ്കരാടിയിൽ തോപ്പിൽ പറമ്പിൽ ജാനകി അമ്മയുടെയും മകൻ, ചെറായിയിൽ ജനിച്ച ചന്ദ്രശേഖര മേനോൻ എന്ന കമ്മ്യൂണിസവും ദൈവഭക്തിയും രണ്ട് കൈകളിൽ ശക്തമായി പിടിച്ച് ജീവിക്കുന്ന ശങ്കരാടിയിൽ നിക്ഷിപ്തമായി. അല്ലാതെ മലയാള സിനിമയിൽ നിന്ന് വേറൊരാളെ വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത്രയും വാചകം അടിച്ച് വീഴ്ത്തണമെങ്കിൽ ശങ്കരാടി ചേട്ടനെ ശരിയാവുള്ളൂ. കാരണം കണിശമായി വർത്തമാനം പറഞ്ഞ് വീഴ്ത്താൻ അദ്ദേഹത്തിന് അറിയാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ കുടുംബം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണക്ക് ചെമ്പകരാമൻ എന്ന് പറയുന്ന ആളിൻ്റെ മേമന തറവാട്ടിലെ പരമേശ്വരൻ പിള്ള, അതാണ് അച്ഛൻ. ശങ്കരാടിയിൽ തോപ്പിൽ പറമ്പിൽ ജാനകി അമ്മയാണ് അമ്മ. അന്തിക്കാടിൻ്റെ അയൽദേശമായ കണ്ടശങ്കടവ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന അധിക യോഗ്യത കൂടി ശങ്കരാടി ചേട്ടനുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ. പറഞ്ഞ പോലെ എല്ലാവരും തൃശ്ശൂരിലെ സൂര്യ ഇൻ്റർനാഷണലിലെത്തി. അഗസ്റ്റിൻ പ്രകാശും നിമ്മി ടീച്ചറുടെ അച്ഛനും നിക്ഷേപ സംഗമത്തിൻ്റെ വർത്തമാനം തുടങ്ങി. ഒരു റൂമിൽ, മറ്റുള്ളവരെല്ലാം വേറെ റൂമിൽ ഇരിക്കുക. അടുത്ത മുറിയിൽ ബാക്കി സംഘാംഗങ്ങൾ റെഡിയായി ടൈം നോക്കി അങ്ങനെ ഇരിക്കുക. നിക്ഷേപ സംഗമം ചർച്ച 10 മിനിറ്റായപ്പോൾ അഗസ്റ്റിൻ പ്രകാശിൻ്റെയും അമ്മായിയപ്പൻ്റെയും നടുവിലേക്ക് സസ്പെൻസായി ശങ്കരാടി ചേട്ടൻ കടത്തി വന്നു. പെട്ടെന്നൊരു സിനിമ നടനെ കാണുമ്പോൾ അമ്മായിയപ്പനും ഞെട്ടില്ലേ. സഗൗരവം ഇടയിൽ കയറി ശങ്കരാടി ചേട്ടൻ ഇടപെട്ടു. മകൾ നിമ്മിയെ എൻ്റെ ഒരു പയ്യൻ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങിയതും നിക്ഷേപകനായി വന്ന അഗസ്റ്റിൻ പ്രകാശ് പതുക്കെ എണീറ്റ് സീറ്റ് കൈമാറി. സംഗതി ക്ലിക്കായെന്ന് അഗസ്റ്റിൻ പ്രകാശിന് തോന്നി. അദ്ദേഹം അടുത്ത മുറിയിലെ സംഘാംഗങ്ങളെ വിവരം അറിയിച്ചു. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ശങ്കരാടി ചേട്ടൻ വന്നാലേ അറിയാവൂ. വെളുത്ത പുക ഉയർത്തിക്കൊണ്ട് ശങ്കരാടി ചേട്ടൻ പുറത്തേക്ക് വന്നു. അവർ എല്ലാവരും ഇരിക്കുന്ന റൂമിലേക്ക് ചെന്ന് നേരത്തെ പറഞ്ഞ പോലെ സത്യം വരൂ എന്നിങ്ങനെ വിളിച്ചു. സഗൗരവം പറഞ്ഞു, സത്യ, ഞാൻ വിശദമായി സംസാരിച്ചു. നല്ല മനുഷ്യൻ കേട്ടയാൾ. അദ്ദേഹം പറയുന്നത് മുഴുവൻ ഞാനും കേട്ടു. അദ്ദേഹം പറയുന്നതിലും കാര്യമില്ലാതില്ല. സത്യൻ, ഒരച്ഛൻ്റെ ഭാഗത്തു നിന്നുകൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. പിന്നെ നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ. പണിയുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. സത്യേട്ടൻ മിഴിച്ചു നിന്നു. ഇതെന്താ ഈ മനുഷ്യൻ പറയുന്നത്? ശങ്കരാടി എന്ന മനുഷ്യൻ്റെ രക്തത്തിലുള്ള കാരണവത്വവും കാര്യശേഷിയും പക്വത വീക്ഷണവും അനുഭവജ്ഞാനവും ഒക്കെ കൊണ്ട് നിമ്മി ടീച്ചറിൻ്റെ അച്ഛൻ്റെ ന്യായവാദങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം ശരിയുടെ പക്ഷത്തേക്ക് ചാഞ്ഞു. സത്യേട്ടന് വേണ്ടി സംസാരിക്കാൻ പോയ ആൾ നിമ്മി ചേച്ചിയുടെ അച്ഛൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞു. പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ശങ്കരാടി ചേട്ടനും നിമ്മി ടീച്ചറുടെ അച്ഛനും പഴയകാല പരിചിതരാണ്. ഒരേ സ്കൂളിൽ പഠിച്ചവർ, പ്രായം കൊണ്ട് ഏതാണ്ട് ഒരേ തരക്കാർ. അങ്ങനെ പ്രണയമല്ല ജീവിതം എന്ന യാഥാർത്ഥ്യത്തിൽ ഇരുവരും കരാറൊപ്പിട്ടു. ആര്? നിമ്മി ചേച്ചിയുടെ അച്ഛനും ശങ്കരാടി ചേട്ടനും. പടം പൊളിഞ്ഞതിൻ്റെ ജാള്യതയിൽ ചന്ദ്രകുമാറും ആനന്ദക്കുട്ടനും അഗസ്റ്റിൻ പ്രകാശും മദ്രാശിയിലേക്ക് വണ്ടി കയറി. ശങ്കരാടി ചേട്ടൻ ചെറായിലേക്കും പോയി. യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ച് ഈ ജന്മം നമുക്ക് പിരിയാമെന്ന് പ്രണയിനോട് പറഞ്ഞ് അവസാനിപ്പിക്കുക, അതാണ് ഒരു കാര്യം. അല്ലെങ്കിൽ അംഗത്തിനിറങ്ങി നായകൻ നായികയെ സ്വന്തമാക്കുക. ഇതിലേത് വഴി എന്ന ചിന്തയിൽ ഒരു തീരുമാനം കാമുകനെടുത്തു. നിമ്മിയെ അല്ലെങ്കിൽ നായികയെ സ്വന്തമാക്കുക. ഒരിക്കൽ കൂടി ചന്ദ്രകുമാർ സംഘവും തൃശ്ശൂരെത്തി. നല്ല വിലപിടിപ്പുള്ള അക്കാലത്ത് പ്രേം നസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ കാൾ ഷീറ്റ് തെറ്റിച്ചുകൊണ്ട് ഈ ടീം തൃശ്ശൂരെത്തി. കാരണം അതിനേക്കാളും വലിയ കേസല്ലേ ഈ പ്രണയ വിവാഹം. വലിച്ചു നീട്ടേണ്ട. നിമ്മിയെ തപ്പിക്കൊണ്ടുവന്ന് 1981 ഡിസംബർ 20 ചോറ്റാനിക്കരയിൽ ദേവി ഉണർന്ന സമയം നോക്കി അനുഗ്രഹവർഷം ചൊരിയുന്ന സമയത്ത് മഞ്ഞച്ചരടിൽ താലി കെട്ടി
കൂട്ടുകാർ എടുത്തു നൽകിയ വിമാന ടിക്കറ്റിൽ സത്യേട്ടൻ നിമ്മി ചേച്ചി കൊണ്ട് മദ്രാസിലേക്ക് പറന്നു. എൻ്റെ തലേ ദിവസം വയലാർ രവിയോട് ഈ പ്രശ്നം സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് പറഞ്ഞു, വിളിച്ചോണ്ട് വാ, വിളിച്ചിറക്കി കൊണ്ടുപോവാ, നമുക്ക് ചെയ്യാം, ഞാൻ മെഴ്സിയെ പള്ളിയിൽ നിന്നല്ലേ വിളിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ ധൈര്യം കൊടുത്തിരുന്നു. അങ്ങനെ വയലാർ രവിയുടെ ഭാര്യ മെഴ്സി രവിയുടെ നേതൃത്വത്തിൽ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്ററും ചെയ്തിരുന്നു തലേ ദിവസം വൈകുന്നേരം. ജേസ് സാറ്, പിന്നീട് MLA ആയി മാറിയ ഡൊമിനിക് പ്രസൻറ്റേഷൻ, ചോലൂർ കൃഷ്ണൻകുട്ടി, കാർട്ടൂൺ ശ്രീ യേശുദാസൻ, സുകുമാരി, സൂരജ് ബാബു എന്നിവരും ഈ രജിസ്ട്രേഷനും ചോറ്റാനിക്കരയിലെ അമ്പലത്തിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ വേറൊരു മഹാൻ കൂടി ഉണ്ടായിരുന്നു. ഈ കല്യാണം നിമ്മി ചേച്ചിയുടെ അച്ഛൻ്റെ പക്ഷത്തേക്ക് ചാഞ്ഞ ശങ്കരടിച്ചേട്ടൻ. ഇതാണ് രസകരമായ കാര്യം. കാരണം ഈ പ്രണയ വിവാഹത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിമ്മി ചേച്ചിയുടെ അച്ഛൻ സംസാരിച്ചപ്പോൾ അതിലാണ് ശരി എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ പക്ഷം ചേർന്ന ശങ്കരടിച്ചേട്ടൻ ഈ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് ചോറ്റാനിക്കരി കൊണ്ട് താലി കെട്ടണയിലും ശങ്കരടിച്ചേട്ടനുണ്ടായിരുന്നു. ഇതിനേക്കാളും രസകരമാണ് MG സാറുമായിട്ടുള്ള ശങ്കരടിച്ചേട്ടൻ്റെ ബന്ധം. ശങ്കരാടി എന്ന പത്രപ്രവർത്തകനെയോ നാടക നടനെയോ MG സാറിന് പരിചയമില്ലായിരുന്നു. MG സാർ തിരക്കഥ എഴുതുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ശങ്കരാടിയുമായിട്ട് MG കന്നി അയ്യപ്പനെ പോലെ പരിചയപ്പെടുന്നത്. ഇരുട്ടിൻ്റെ ആത്മാവിലെ നായകനെ നിങ്ങൾക്കറിയാം, പ്രാന്തം വേലായുധൻ. നസീർ സാർ ചെയ്ത മനോഹരമായ വേഷമാണ്. ഈ പ്രാന്തം വേലായനെ ശുശ്രൂഷിക്കുന്ന ഒരു നോട്ടക്കാരൻ്റെ വേഷമുണ്ട്, അച്യുതൻ നായർ. ഈ വേഷം ശങ്കരാടി ചെയ്താൽ നന്നാവും എന്ന് സംവിധായകൻ P. ഭാസ്കരൻ പറഞ്ഞു. അങ്ങനെ ശങ്കരാടി വന്നു. അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ MGക്ക് അത്ഭുതമായി. കാരണം ക്യാമറയുടെ മുന്നിൽ ആ മനുഷ്യൻ അഭിനയിക്കണം തോന്നുന്നില്ല, മനോഹരമായി ബിഹേവ് ചെയ്യുന്നുണ്ടപ്പോൾ അയ്യോ ഈ നടൻ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നുള്ള രീതിയിൽ MG അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഈ നടൻ്റെ നാടകങ്ങൾ കാണാതെ പോയത് വലിയ നഷ്ടമായെന്ന് അപ്പോൾ MGക്ക് തോന്നി. മനസ്സിൻ്റെ താളം തെറ്റിയ വേലായുധം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ധിക്കാരവും അഹമ്മതിയും കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അച്യുതൻ നായർ. അതുകൊണ്ട് തന്നെ അച്യുതൻ നായർ ഇടയ്ക്കൊക്കെ വേലായുധനെ അടിക്കാറുണ്ട്. അതും ശരിയായൊരു ചികിത്സാ രീതിയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. വേലായുധൻ്റെ ചെറിയമ്മയും ഭർത്താവും മക്കളുമൊക്കെ അച്യുതൻ നായർ പറയുന്നത് തന്നെ വിശ്വസിക്കുന്നവരാണ്. അടിയുടെ കുറവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വേലായുധൻ്റെ നിഗൂഢമായ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, അയാളുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അച്യുതൻ നായരുടെ ഒരു കൈ വെട്ടിയെടുക്കണം, വലത്തെ കൈ വെട്ടിയെടുക്കണം എന്നതാണ്. അച്യുതൻ നായർ കിടന്നുറങ്ങുമ്പോൾ കൈ വെട്ടിയെടുത്താൽ തന്നെ അടിക്കാനായി നോക്കുമ്പോൾ കൈ കാണാതെ ആവും അച്യുതൻ നായർക്ക്. അച്യുതൻ നായർ ഉറങ്ങി കിടക്കുമ്പോൾ വലത്തെ കൈ അങ്ങ് വെട്ടുക. അയാൾ ഉണർന്ന ശേഷം എപ്പോഴെങ്കിലും ദേഷ്യം വരുമ്പോൾ വേലായുധനെ അടിക്കാനായിട്ട് കൈ എടുക്കാൻ നോക്കുമ്പോഴാണ് കൈയില്ല എന്നറിയുന്നത്. അങ്ങനെ കൈയില്ലാതെ വിഷമിക്കുന്ന അച്യുതൻ നായരെ സങ്കല്പിച്ച് ആസ്വദിക്കുന്ന ആളായിരുന്നു വേലായുധൻ. പരിചയപ്പെട്ടപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ ജീവിതകാലത്തെ അനുഭവങ്ങളൊക്കെ ശങ്കരാടി MG സാറിനോട് പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. MG സാർ പറയുന്നത് അവസാന കാലത്ത് തനിക്കൊരു അവാർഡോ അംഗീകാരമോ കിട്ടാത്ത ദുഃഖം ശങ്കരാടി പറയുമായിരുന്നു. നിങ്ങളാലോചിച്ച് നോക്കൂ, ഇവിടെ JC ഡാനിയൽ അവാർഡെന്ന് പറഞ്ഞൊരു കോപ്പ് കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം അനർഹർ വാങ്ങി ഇല്ലേ, അർഹതപ്പെടാത്ത എത്രയോ പേര് വാങ്ങി. ശങ്കരാടിയെപ്പോലൊരു നടന് ഒരു JC ഡാനിയൽ അവാർഡ് കൊടുക്കാൻ മാറി വന്ന ഇവിടുത്തെ ഒരു ഭരണകർത്താക്കൾക്കും തോന്നിയില്ല എന്നുള്ളതാണ്. ആ ദുഃഖം അദ്ദേഹം MGയോട് പറയുമായിരുന്നു. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ JC ഡാനിയൽ അവാർഡ് കൈബലമുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി മൂത്രമൊഴിക്കാൻ പോകുന്നിടത്ത് വരെ ശുപാർശയും കൊണ്ട് ചെന്ന് നമുക്കൊരു അവാർഡ് എന്ന് പറയുന്നവർക്കേ കൊടുക്കൂ, കരയുന്ന പിള്ളയ്ക്കേ പാലുള്ളൂ എന്ന് പറയാം. പിന്നെ ശങ്കരാടി ചേട്ടൻ്റെ വേറെ പ്രശ്നം, അദ്ദേഹം ആരുടെയും കാല് നക്കില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കും. പിന്നെ എങ്ങനെ ആര് കൊടുക്കുമെന്ന് ശങ്കരാടി ചേട്ടൻ ധാരാളം ഫലിതങ്ങൾ പറയും. ശങ്കരാടി ചേട്ടൻ പലപ്പോഴും ഇത് എവിടുന്ന് കിട്ടുന്നു എന്നറിയില്ല. അതുപോലെ തന്നെ ചില തമിഴ് മൊഴികളും പറയുമെന്നാണ് MG സാർ പറയുന്നത്. MG സാറ് ഞാൻ ബീഡി വലി നിർത്തുന്നു, ആളുകൾ സഹായിക്കുന്നുവെന്ന് ശങ്കരാടി ചേട്ടനോട് ഒരിക്കൽ പറഞ്ഞപ്പോൾ തൽക്കാലം ഒന്ന് തരൂ എന്ന് പറഞ്ഞ് MG സാറിൻ്റെ ഒരു ബീഡി വാങ്ങി വലിച്ചിട്ട് തമിഴിലൊരു ചൊല്ലുണ്ട് കേട്ടോ വാസു എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു ചൊല്ല് പറഞ്ഞു. കാലയിലെ കൺ തുറന്ന് കാൽമുഖം ശുദ്ധി ചെയ്ത് കാൽപ്പണം പുകയില പൊട്ടാൽ കാലനും അരിക വര. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു തമിഴ് മൊഴി. കാലയിലെ കൺ തുറന്ന്, രാവിലെ കണ്ണ് തുറന്ന് കാൽമുഖം ശുദ്ധി ചെയ്ത് കാലും മുഖമൊക്കെ കഴുകി കാൽപ്പണം പുകയില, കാൽപ്പണത്തിനുള്ള പുകയില പോട്ടാൽ അകത്തിട്ടാൽ കാലനും അരിക വര. അതായത് കാലം പോലും അടുത്ത് വരില്ല എന്നാണ് പറയുന്നത്. ഒരിക്കൽ മധുസാറും ശങ്കരാടിയും മദ്രാസിലെ അയ്യപ്പ ഹോട്ടലിൽ
കുറേ ദിവസമായിട്ടൊരു പടത്തിന് വേണ്ടി താമസിക്കുകയാണ്. ഈ വിവരം ആരോ എം ടി സാറിനോട് പറഞ്ഞു. ഫോൺ ചെയ്തപ്പോൾ മധു സാറിനെ കിട്ടി. എം ടി സാറിന് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ മധു സാർ ക്ഷണിച്ചു. അപ്പോൾ ശോഭന പരമേശ്വരൻ നായരെയും കൂട്ടി എം ടി സാർ അയ്യപ്പ എന്ന് പറഞ്ഞ ഈ ഹോട്ടലിലെത്തി. അപ്പോൾ അക്കാലത്ത് തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള ഒരു അനിയൻ മദ്രാസിലുണ്ട്, സിനിമാക്കാരുടെ സിൽബന്തിയായിട്ട്. അനിയൻ്റെ കാറിലാണ് ചെന്നത്. നേരെ ശങ്കരാടിയുടെ മുറിയിലേക്ക് ചെന്നു. അവിടേക്ക് മധു സാർ വന്നു. 5 പേർക്ക് ഇരിക്കാനായി കസേരകൾ നിരത്തി. അപ്പോൾ ശങ്കരാടി പറഞ്ഞു, തലേന്ന് വാങ്ങിയ കുപ്പിയിൽ പകുതിക്ക് താഴേ ഉള്ളൂ. വളരെ നിസ്സംഗനായി പറയുകയാണ്. അപ്പോൾ അക്കാലത്ത് മദ്രാശിയിൽ മദ്യനിരോധനമുള്ള കാലമാണ്. ചാരക്ഷാപ്പോ ബാറുകളോ ഒന്നുമില്ല. കുറച്ചുകൂടി മദ്യം വാങ്ങാൻ എന്ത് ചെയ്യും എന്നാണ് ശങ്കരാടി ചേട്ടൻ്റെ ആലോചന. അപ്പോൾ ആ താമസിക്കുന്ന അയ്യപ്പ ഹോട്ടലിൽ പരുന്ത് എന്ന് പറഞ്ഞൊരു മലയാളി ചെറുപ്പക്കാരനുണ്ട്. ഈ പരുന്ത് എന്ന് പറഞ്ഞ റൂം പോയി എവിടുന്നെങ്കിലും മദ്യം ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും. പക്ഷേ അന്ന് പരുന്ത് ലീവാണ്, പരുന്തില്ല എന്ന് മധു സാർ പറഞ്ഞു. അപ്പോൾ എന്തു ചെയ്യും? ഇത് വെച്ച് തുടങ്ങാമെന്ന് തീരുമാനമായി. പരുന്ത് വരാതിരിക്കില്ല എന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച് ശങ്കരാടി ആദ്യം തൻ്റെ ഗ്ലാസ്സിൽ കുറേ ഒഴിച്ചു. ഈ നാടൻ കാരണവന്മാർ ചെയ്യുന്ന ചിട്ടയാണ് മദ്യപിക്കുമ്പോൾ ശങ്കരാടി ചേട്ടൻ പ്രാർത്ഥിച്ച് 2-3 തുള്ളി തൊട്ട് തെറിപ്പിച്ചു. ഭഗവതിയെ വിളിച്ചിട്ട് മദ്യപാനം തുടങ്ങി. ബാക്കിയുള്ള കുപ്പിയിലുണ്ടായിരുന്ന ബാക്കി 4 ഗ്ലാസ്സുകളിൽ ഒഴിച്ചു. കുടിക്ക് സ്റ്റാർട്ട് പറഞ്ഞപ്പോൾ പുറത്ത് കോറിഡോറിലൂടെ ഷൂസുകൾ പടപടപടപടാ വരുന്ന ശബ്ദം കേൾക്കുന്നു. ചാരിയ വാതിൽ തുറന്ന് 4 പോലീസുകാർ ഇവർ മദ്യപിക്കുന്ന ആ സദസ്സിലേക്ക് കയറി വന്നു. മദ്യനിരോധനമോ പോലീസുകാരെയോ ഒന്നും ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന 5 പേർക്കും പേടിയില്ല. 5 പേർ അരക്കുപ്പി കുടിച്ചതിന് ജയിലിൽ പോകേണ്ടി വന്നാൽ പോകാം എന്നായിരുന്നു പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ശങ്കരാടി ചേട്ടൻ്റെ പ്രസ്താവന. മദ്യം തിരക്കിയല്ല വാസ്തവത്തിൽ പോലീസുകാർ വന്നത്. ആ ഹോട്ടലിൽ ഏതൊക്കെയോ മുറികളിൽ കള്ളക്കടത്തുകാർ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടിയത് തിരക്കിയാണ് പോലീസ് വന്നത്. മധുവിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എം ടി സാറിന് വിഷമം. കാരണം ആ സമയത്ത് ചെമ്മീൻ സിനിമ തമിഴകത്ത് തകർത്തോടുന്ന സമയമാണ്. നായകനെ നിരോധിത മദ്യം അടക്കം പിടിച്ചു എന്ന വാർത്ത വന്നാൽ മോശമല്ലേ എന്നാണ് മധു സാറിൻ്റെ മുഖം കണ്ടപ്പോൾ എം ടി സാറിന് തോന്നിയത്. പോരെങ്കിൽ മധു സാറിൻ്റെ മുന്നിൽ 1/2 ഗ്ലാസ് മദ്യം ഇരിപ്പുമുണ്ട്. പോലീസുകാർക്കും ഇന്ത ആളെ എങ്കയോ പാർത്ത പോലെ പോലീസുകാരിങ്ങനെ നോക്കുകയാണ്. ബാക്കി കാര്യം അറിയണ്ടേ, ഏത് എം ടി, ഏത് ശങ്കരാടി, ഏത് ശോഭന പരമേശ്വരനായ. പക്ഷേ മധു സാറിൻ്റെ മുഖത്ത് നോക്കുമ്പം പോലീസുകാർക്ക് ഇന്ത ആളെ എങ്കയോ പാർത്ത മാതിരി തോന്നി. നിരോധിത മദ്യം നേരിക്കണ്ടതിനാൽ കള്ളക്കടത്ത് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോകാനും പോലീസുകാർക്ക് പറ്റില്ല, നിയമം അനുവദിക്കുന്നില്ലല്ലോ. അവർ നോട്ട് ബുക്കിൽ എന്തെല്ലാമോ കുറിച്ചു. എന്നിട്ട് ഈ 5 പേരോടും പറഞ്ഞു കൂടെ വരാൻ. ശരിക്കും എം ടി സാർ വരണ്ടു. ആ പരിഭ്രമം കണ്ട് മധു സാർ സമാധാനിപ്പിച്ചു. സാരമില്ല എം ടി, ഏറി വന്നാൽ മദ്യപിച്ച മധുവിനെ മദ്രാസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത നമ്മുടെ പത്രങ്ങളിൽ, മലയാള പത്രങ്ങളിൽ വരും. അത്രയല്ലേ ഉള്ളൂ, വന്നോട്ടെ, നിങ്ങളെന്തിനാ പരിഭ്രമിക്കുന്നത് എന്നാണ് മധു സാർ ചോദിച്ചത്. പോലീസുകാർ പക്ഷെ മാന്യമായി പെരുമാറി. ആദ്യം നിങ്ങളെല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തം പരിശോധിച്ച് റിപ്പോർട്ട് വാങ്ങണം എന്ന് പറഞ്ഞു. അതും കൊണ്ട് സ്റ്റേഷനിൽ പോയി മധു സാർ തയ്യാറാക്കണം. ഇത്രയും കേട്ട ശങ്കരൻ ചേട്ടൻ തമിഴിൽ പറഞ്ഞു, അപ്പടിയാ ഓക്കെ, ആശുപത്രിയില്ല, ജയിലിൽ എവിടെ പോലും ശങ്കരാടി ചേട്ടൻ റെഡിയാണ്. ബാലൻസ് 2 ഡ്രോപ്പ് 2 തുള്ളി ബാലൻസ് ഇരിക്കുന്നു ഗ്ലാസ്സിൽ. ഈ ആശുപത്രി കൊണ്ട് ഈ ചാരായം കുടിച്ചോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശങ്കരാടി ചേട്ടൻ്റെ മറുപടിയാണ്, അപ്പടിയാ ബാലൻസ് 2 ഡ്രോപ്പ് ഇருக்கு, അതും കൂടെ സാപ്പിട്ടിട്ട് വരല എന്ന് പറഞ്ഞ് പോലീസുകാർ മുമ്പ് വെച്ച് തന്നെ ബാക്കി ഗ്ലാസ്സിൽ ഇരുന്നത് എടുത്ത് അടിച്ച് നേരെ ആശുപത്രിയിലെത്തി. ഡോക്ടർ വന്നു. പോലീസുകാർ ഓരോരുത്തരുടെയും പേര്, അച്ഛൻ്റെ പേര്, മേൽവിലാസം എന്നിവ ചോദിച്ചു. തോന്നിയ പോലെ പേരുകൾ പറഞ്ഞു കൊടുത്തു. ചെല്ലപ്പൻ, ഓലപ്പൻ എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ശങ്കരാടി ചേട്ടൻ അല്ലെങ്കിൽ എം ടി സാർ അച്ഛൻ്റെ പേര് പറഞ്ഞത് ഭാസ്കരപിള്ള എന്ന് പറഞ്ഞെന്ന് വെച്ചോളൂ. ശങ്കരാടി ചേട്ടനും പറയാം ഭാസ്കരപിള്ള എന്ന്. എല്ലാം ഒരച്ഛൻ ഉണ്ടായതുപോലെ പേര്, നാളും വീടും എല്ലാം കള്ളപ്പേരുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തന്നെ ആവർത്തിക്കണം. അപ്പോൾ ഡോക്ടർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഫിറ്റായപ്പോൾ ഇങ്ങനെ മാറി മാറി പറയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി, ഡോക്ടർക്ക് മനസ്സിലായി. അയാൾ ഇടയ്ക്കിടെ ഈ ഡോക്ടർ മധുവിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എങ്കയോ ഇന്നയാളെ പാർത്ത മാതിരി. ഡോക്ടർക്ക് ഒരു സന്ദേഹം. മധു, ശങ്കരാടി, എം ടി, കാർ കൊണ്ടുവന്ന അനിയൻ എന്നിവരുടെ ശ്വാസത്തിൽ മദ്യമുണ്ടെന്ന് തെളിഞ്ഞു, രക്തത്തിൽ നിന്ന് തെളിഞ്ഞു. പക്ഷേ
എങ്ങനെയോ ശോഭന പരമേശ്വരൻ നായരെ സംശയത്തിൻ്റെ ആനുകൂല്യം കിട്ടി ഒഴിവാക്കി. അദ്ദേഹവും കഴിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശോധിച്ചപ്പോൾ ടെസ്റ്റിൽ മദ്യത്തിൻ്റെ അംശം വന്നില്ല. ഇതിനിടയിൽ ഡോക്ടറോട് ശങ്കരാടി ഇംഗ്ലീഷിലും തമിഴിലും തമാശകൾ പറയുന്നുണ്ട്. പിന്നെ ശങ്കരാടി എണീറ്റു. പോലീസുകാരോടായി നെക്സ്റ്റ് സീൻ എന്നാ എന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാതെ ചിരി വന്നു. ഇവിടെ MT സാറും മധു സാറും ഒക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആശുപത്രി കൊണ്ടുവന്ന് ആൾക്കാരുടെ മുമ്പിൽ കൂടെ കൊണ്ടുവന്ന് ICUവിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ കയറ്റി രക്തം പരിശോധിക്കാനായിട്ട് രക്തം എടുക്കുന്നു, രക്തം പരിശോധിച്ചപ്പോൾ ശോഭന പരമേശ്വരൻ നായർ ഒഴിവായി. ബാക്കി 4 പേരും വെള്ളം അടിച്ചിരിക്കുന്നത് തെളിഞ്ഞു. അപ്പോൾ ശങ്കരാടി ചേട്ടൻ എണീറ്റ് പോലീസുകാരൻ്റെ ചോദിക്കുക നെക്സ്റ്റ് സീൻ എന്നാന്ന്, ഇനി അടുത്ത പരിപാടി എന്താണെന്നാണ് ചോദിക്കുന്നത്. സൗമ്യനാണ് പോലീസുകാരൻ. 5 സ്റ്റേഷനിലെത്തിച്ചു. ഭാഗ്യത്തിന് ഒരു മലയാളി സബ് ഇൻസ്പെക്ടറാണ് ആ സ്റ്റേഷനിലുള്ളത്. ഇരിക്കാനുള്ള സൗകര്യം അദ്ദേഹം 5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കി. എന്നിട്ട് അയാൾ പോലീസുകാരോട് ചൂടായി, എടോ ഇവരെയൊക്കെയാണോ പിടിച്ചോണ്ട് വരണേന്നൊക്കെ പറഞ്ഞ് ചൂടായി. കാരണം SIക്ക് അറിയാം ഇവരെയല്ല. അതുകൊണ്ട് പോലീസുകാരോട് അദ്ദേഹം തട്ടിക്കയറി. മധുവിൻ്റെ വലിയ ആരാധകനാണ്, മധു സാറിൻ്റെ ആരാധകനാണ് ഈ SI. പോലീസുകാർ അവരുടെ നിസ്സഹായത പറഞ്ഞു, സാർ കള്ളക്കടത്ത് സാധനം പിടിക്കാനാണ് പോയത്, പക്ഷേ ചെന്നപ്പോൾ ഈ മദ്യപിച്ചോണ്ടിരിക്കുമ്പോൾ നിരോധനമുള്ളതല്ലേ സാർ, നമ്മൾ പിടിക്കാതെ വന്നാൽ സാറ് ചിലപ്പോൾ നമ്മളുടെ ചൂടാവില്ലെന്ന് വിചാരിച്ച് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അവരുടെ ന്യായങ്ങൾ പറയുന്നു. അപ്പോൾ SI ശോഭന പരമേശ്വരൻ നായരോട് പറഞ്ഞു, എല്ലാവരെയും നിങ്ങൾക്ക് ജാമ്യത്തിലെടുക്കാം, കാരണം കുടിച്ചിട്ടില്ലല്ലോ, അടിച്ചിട്ട് നിൽക്കുക, പക്ഷേ തെളിവില്ല, എല്ലാവരെയും നിങ്ങൾക്ക് ജാമ്യത്തിലെടുക്കാം. പിന്നീട് ഇവിടെ നിന്നൊരു കടലാസ് വരും. ആ കടലാസ് വരുമ്പോൾ പേരിനൊരു വക്കീലിനെയും കൂട്ടി ആരെങ്കിലും വന്നാൽ മതി, ഞാനങ്ങ് എഴുതി എന്നായി SI ശോഭന പരമേശ്വരൻ നായരോട്. കൊടുത്തിരിക്കുന്നതൊക്കെ കൃത്യമായ പേരോ വിലാസങ്ങളോ അല്ല എന്ന് SIക്ക് 100% ബോധ്യമുണ്ട്. എല്ലാം എഴുതി ഒപ്പിട്ടപ്പോൾ 11:30 രാത്രി 11:30 മണിയായി. ശങ്കരാടി ഇടയ്ക്കിടെ പഴയ സുന്ദരാമ്പാളിൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാറപ്പഴമ്പളും ഒക്കെ പാടി തള്ളുകയാണ്, പഴനിയപ്പാന്നൊക്കെ പാടുകയാണ് ശങ്കരാടി ചേട്ടൻ. ഒരു കൂസലും ശങ്കരാടി ചേട്ടനില്ല. അത് കണ്ട മധു സാർ ഉപദേശിച്ചു, കുടിക്കാനോ മര്യാദയ്ക്ക് കിട്ടിയില്ല. കുടിച്ചതിലാണല്ലോ പിടിച്ചോണ്ടുവന്നത്, പക്ഷെ മര്യാദയ്ക്ക് കുടിക്കാനുള്ളത് കിട്ടിയില്ല. എന്നിട്ട് കുടിച്ചു പൂസായതുപോലെ തോന്നിപ്പിക്കണോ എന്നാണ് സാറ് ചോദിച്ചത്. ആളുകളെ കൊണ്ട് പറയിക്കണോ എന്നാണ് മധു സാറ് ചോദിക്കുന്നത്. ശങ്കരാടിക്ക് മറുപടിയില്ല. പകരം പണ്ട് രാഷ്ട്രീയത്തിൽ പയറ്റിയതും അണ്ടർഗ്രൗണ്ടിൽ പോയതും അറസ്റ്റ് വരിച്ചതും ജയിലിൽ പോയതും ഒക്കെ പോലീസുകാരുടെ മുന്നിൽ വച്ചങ്ങ് കാച്ചി. ഈ വിഷയമൊക്കെ അങ്ങ് വിട്ടു. യവന്മാരെ പറഞ്ഞു വിട്ടാൽ മതി എന്നായി പോലീസുകാർക്ക്. ഈ 5 എണ്ണത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നായി. ശങ്കരാടി ചേട്ടൻ മാത്രം കാണിച്ച അഭ്യാസം കൊണ്ട് ഇപ്പോൾ പൊയ്ക്കോളൂ എന്ന് SI ഓർഡർ ഇട്ടു. അത് കേട്ട ശങ്കരാടിക്ക് ഒരൊറ്റ നിർബന്ധം, പോലീസ് വണ്ടി തന്നെ മടങ്ങിപ്പോകണം, അല്ലാതെ ഞങ്ങൾ പോകില്ല. ഇനിയിപ്പോൾ രാത്രി 11:30 മണി കഴിഞ്ഞ് ഇനി ആട്ടയൊന്നും പിടിച്ച് പോകാക്കില്ല, പോലീസ് വണ്ടി കൊണ്ടാക്കണം. മാത്രമല്ല പോകുന്ന വഴിക്ക് നല്ല ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരവും കഴിക്കണം. എന്നിട്ടും തീർന്നില്ല, മദ്യനിരോധനമുള്ളതിനാൽ ഇവിടെ കിട്ടുന്നതൊക്കെ വ്യാജന. ഒരു കുപ്പി നല്ല മദ്യം വാങ്ങിച്ചു തരാൻ സൗകര്യപ്പെടുത്തിയും വേണം. നിരോധനമുള്ള കാലത്ത് പോലീസ് വണ്ടിയിൽ കൊണ്ടാക്കണം, നല്ല ആഹാരം വാങ്ങി തരണം, ഒപ്പം ഈ പോലീസുകാർ എവിടെയെങ്കിലും ചെന്ന് നല്ല മദ്യം വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന് SIയോട് പറയുകയാണ് ശങ്കരാടി ചേട്ടൻ. അപ്പോൾ നന്നായിട്ട് ഫിറ്റായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ആകെ പ്രശ്നമായി. ഒന്നും പറയാതെ SI പോക്കറ്റ് കൈയിട്ട് കാശെടുക്കുമ്പോൾ ശങ്കരാടി തടഞ്ഞു. കാശൊക്കെ ഞങ്ങൾ കൊടുക്കും, നിങ്ങളുടെ വണ്ടി വേണം, മേൽനോട്ടം വേണം, അത്രേ വേണ്ടു എന്നായി ശങ്കരാടി ചേട്ടൻ. എല്ലാവരും കൂടി ശങ്കരാടിയെ തൂക്കിയെടുത്ത് വന്ന കാറിൽ കയറ്റി പോയി. ഉദയ നിർമ്മിച്ച 1963 നിർമ്മിച്ച കടലമ്മ എന്ന സിനിമയിലാണ് ബഹുമുഖ പ്രതിഭയായ ശങ്കരാടിയുടെ സിനിമയിലെ തുടക്കം. സത്യൻ്റെ അച്ഛൻ്റെ വേഷമായിരുന്നു കടലമ്മയിൽ. 1970-ലും 1971-ലും മികച്ച 2ാമത്തെ നടൻ്റെ സംസ്ഥാന അവാർഡ് വാങ്ങി. വാഴുവമായം, എഴുതാത്ത കഥ എന്നിവയിലെ വേഷങ്ങളിലാണ് 1970-ൽ അദ്ദേഹം ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് വാങ്ങിയത്. 1971-ൽ മധു സാർ സംവിധാനം ചെയ്ത സിന്ദൂര ചെപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. 40 വർഷത്തിനിടയിൽ 700-ലധികം കഥാപാത്രങ്ങൾ ചെയ്തു. ഈ വാഴുവമായത്തിൽ സത്യമാഷ് കല്യാണം കഴിച്ച ഷീലാമ്മയെ 2ാമത് കല്യാണം കഴിക്കുന്ന കഥാപാത്രമാണ്. സത്യമാഷ് മകളുടെ കല്യാണത്തിൽ വരുന്ന രംഗത്തിൽ ഈ 2ാം ഭർത്താവായി ശങ്കരാടി ചേട്ടൻ പെർഫോം ചെയ്തിരിക്കുന്ന കാണണം. കവിയൂർ പൊന്നമ്മയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. നാടകം ചെയ്യുന്ന കാലത്ത് PJ ആൻ്റണിയുടെ നാടകത്തിൽ ഒന്നിച്ച് നായകനും നായികയായിട്ടൊക്കെ അഭിനയിക്കുന്ന കാലത്ത് പൊന്നമ്മയെ കല്യാണം കഴിക്കണമെന്ന് നന്നായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. എന്താ പറയുക,
വൈകിയാണ് ശങ്കരാടിച്ചേട്ടൻ 1982 വിവാഹം കഴിച്ചത്. എനിക്ക് തോന്നുന്നു അപ്പോൾ 54 53 വയസ്സായി അപ്പോഴാണ് കല്യാണം കഴിച്ചത്. ശാരദ എന്നാണ് വധുവിൻ്റെ പേര്. എറണാകുളം ഇളംകുളം ചെറുപറമ്പത്ത് വീട്ടുകാരിയാണ് ശാരദ. കുട്ടികളൊന്നും ഇല്ലായിരുന്നു. 77-ാമത്തെ വയസ്സിൽ 2001 ഒക്ടോബർ 8 ശങ്കരാടിച്ചേട്ടൻ വിട പറഞ്ഞു. ഫാസിലിൻ്റെ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു പുറത്തു വന്ന ശങ്കരാടിച്ചേട്ടൻ്റെ അവസാന ചിത്രം. അവസാന കാലത്ത് നല്ല മനക്ലേശം അദ്ദേഹം അനുഭവിച്ചു. ഓർമ്മ നിൽക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിവ്. തേടി വന്ന വേഷങ്ങളൊക്കെ അദ്ദേഹം സ്വയം വേണ്ടാന്ന് വെച്ചു. അതാണ് മാന്യത. എനിക്ക് നിങ്ങൾ ഡയലോഗ് പറഞ്ഞാൽ എന്നാലും നിൽക്കില്ല, അതുകൊണ്ട് എന്നെ ഈ പടത്തിൽ വിളിക്കരുത്, പ്ലീസ് എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിവാവുകയാണ് ചെയ്തത്. ജീവിതത്തിൽ ഏറിയ കാലം ഹോട്ടൽ മുറികളിൽ ജീവിച്ചതിനാൽ അവസാന കാലം ഓർമ്മ നശിച്ചപ്പോൾ ഭാര്യ ശാരദാമ്മയോട് എന്നാ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് പോകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് ഏതോ ഹോട്ടൽ മുറിയിലെ വാടക മുറിയിൽ താമസിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതി. അതുകൊണ്ട് ഭാര്യയോട് എപ്പോഴും ചോദിക്കും നമ്മൾ എന്നാ ചെക്കൗട്ട് ചെയ്ത് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശങ്കരാടിച്ചേട്ടൻ പോയതിൻ്റെ പിന്നാലെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശാരദാമ്മയും മരിച്ചു. ജേസി സാർ പറഞ്ഞ കണക്ക് ഏതൊക്കെ ബാങ്കിൽ എത്ര തുക വീതം കിടപ്പുണ്ട് എന്ന് ശങ്കരാടിച്ചേട്ടൻ അതൊക്കെ എവിടെ ഇട്ടിട്ടാണ് പോയതെന്നോ ആർക്കും അറിയില്ല. ശങ്കരാടിച്ചേട്ടൻ അല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു ഏതൊക്കെ ബാങ്കുകളിൽ എത്ര തുക വീതം അദ്ദേഹം ഇട്ടിരുന്നു. അനശ്വരനായ മനോഹരമായി ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്ത നടനായിരുന്നു ശങ്കരാടിച്ചേട്ടൻ. അതുപോലെ തന്നെ മനുഷ്യസ്നേഹിയായ മനുഷ്യനായിരുന്നു ശങ്കരാടിച്ചേട്ടൻ. ആ അതുല്യ കലാകാരനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ പറഞ്ഞുള്ളൂ. ഇനിയും വേറൊരു എപ്പിസോഡ് ഒരിക്കൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മരിച്ചപ്പോൾ എന്തോ ശങ്കരാടിച്ചേട്ടനെ പോയി എറണാകുളത്ത് പോയി കാണാൻ കഴിഞ്ഞില്ല. എന്തോ പ്രശ്നമായിരുന്നു, ഞാൻ സ്ഥലത്തില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും എന്നൊരു അനന്തരവനാണ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ശങ്കരാടിച്ചേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.